നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ ശരതൽപ്പത്തിലാണ് ഭീഷ്മർ കിടക്കുന്നത്. ഭീഷ്മരുടെ അടുത്തേക്ക് കൗരവരും പാണ്ഡവരും എല്ലാവരും എത്തി. അവരെല്ലാം വളരെ ദുഃഖത്തോടു കൂടി അങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്. അപ്പോ വിഷമിച്ച് ഭീഷ്മരുടെ ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ ഭീഷ്മർ പറഞ്ഞു, കൗരവരോടായിട്ടാണ് പറഞ്ഞത്, കാണുവിൻ, പാണ്ഡവർ എനിക്ക് ഉപദാനം തന്ന് ഞാൻ ഈ ശരശയ്യയിൽ ആദിത്യൻ ഉത്തരായനത്തിലേക്ക് തിരിയുന്നത് വരെ കിടക്കും. അതിനുശേഷം ഞാൻ എൻ്റെ പ്രാണനെയും ഇഷ്ടജനങ്ങളെയും വിടുന്നതാണ്. ഹേ രാജാക്കന്മാരെ, നിങ്ങൾ എൻ്റെ വാസത്തിന് ഇതിനു ചുറ്റും കിടങ്ങു കോരുവിൻ. ഇങ്ങനെ ഈ ശരതൽപ്പങ്ങളിൽ കിടന്നുകൊണ്ട് ഞാൻ അർക്കനെ ഉപാസിക്കട്ടെ. ഇതിനിടയ്ക്ക് പിതാമഹനെ ശുശ്രൂഷിക്കാൻ ദുര്യോധനൻ വൈദ്യന്മാർക്ക് ആളയച്ചു. അവർ ശരങ്ങൾ പറിച്ചു നീക്കി വ്രണം ശമിപ്പിക്കാൻ വേണ്ട ഉപകരണങ്ങളും ഔഷധങ്ങളുമായി വന്നു ചേർന്നു. അവരെ കണ്ട് ഗാംഗേയൻ ദുര്യോധനോട് പറഞ്ഞു, വൈദ്യന്മാരെ കൊണ്ട് ഈ നിലയിലെത്തിയ എനിക്ക് എന്ത് ശുശ്രൂഷ തരാനാണ്? എനിക്ക് വൈദ്യ ശുശ്രൂഷ ധർമ്മമല്ല. ശരതൽപ്പത്തിൽ കിടക്കുന്ന എനിക്ക് ഈ വൈദ്യ ശുശ്രൂഷ ആവശ്യമില്ല. ധനം കൊടുത്ത് ബഹുമാനിച്ച് വൈദ്യന്മാരെ തിരിച്ചുവിടുക. ഈ ശരങ്ങളെല്ലാം കൂടി അവസാനം എൻ്റെ ചിതയിൽ വയ്ക്കണം. തേജസ്വിയായ ഭീഷ്മന്റെ ധർമ്മ നീതി കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും അദ്ദേഹത്തെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. ഭീഷ്മർ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി. എല്ലാവരും ദുഃഖിതരായി അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. എല്ലാവരും വളരെ മനക്ലേശത്തോടു കൂടിയാണ് അവരവരുടെ ശിബിരങ്ങളിൽ ഉറങ്ങാതെ രാത്രി കഴിച്ചുകൂട്ടി. പതിവിന് വിപരീതമായി ആരും ആഹ്ലാദ പ്രകടനങ്ങളൊന്നും നടത്തിയില്ല. എല്ലായിടത്തും കനത്ത നിശബ്ദത മാത്രം. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു. പ്രഭാതമായി. പാണ്ഡവരും കൗരവരും സാധാരണ വേഷത്തിൽ ആയുധങ്ങളൊന്നും കൂടാതെ കൂടിക്കലർന്ന് പിതാമഹനെ ചെന്നു കണ്ടു. എല്ലാ രാജാക്കന്മാരും അവരെ അനുഗമിച്ചു. ആബാലവൃദ്ധം ജനങ്ങളും ഭീഷ്മ സന്നിധിയിലെത്തി. എല്ലാരും ഭീഷ്മരെ അഭിവാദ്യം ചെയ്തു. പക്ഷികളിൽ മുഖ്യൻ ഗരുഡനാണ്. ജലാശയങ്ങളിൽ ശ്രേഷ്ഠമായത് സമുദ്രമാണ്. നാൽക്കാലികളിൽ ശ്രേഷ്ഠമായത് പശുവാണ്. തേജസ്സുള്ള വസ്തുക്കളിൽ ശ്രേഷ്ഠമായത് അർക്കനാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു. ഭീഷ്മന്റെ ശരീരം വേദനിക്കുന്നതായി ഇരുന്നെങ്കിലും അദ്ദേഹം ധീരത കൊണ്ട് അതെല്ലാം സഹിച്ചു കിടന്നു. എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അമ്പുകൊണ്ട് മുറിഞ്ഞ ഭാഗങ്ങൾ നീറുന്നുണ്ടായിരുന്നു. ഭീഷ്മർ വെള്ളം വെള്ളം എന്ന് പറഞ്ഞു. വിശേഷപ്പെട്ട ഭോജ്യങ്ങളും പാനീയങ്ങളും ദുര്യോധനൻ വരുത്തി. ദുര്യോധനന്റെ ഔചിത്യമില്ലായ്മയെ പറ്റി ഓർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിലെ മർത്യഭോജനങ്ങളൊന്നും എനിക്ക് അനുഭവയോഗ്യമല്ല. ഈ ശരതൽപ്പത്തിൽ കിടക്കുന്ന ഞാൻ മനുഷ്യവർഗത്തെ വിട്ടവനാണ്. സൂര്യചന്ദ്രന്മാരുടെ ഗതി കാത്ത് ഈ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു എന്ന് മാത്രം. ഭീഷ്മർ പറഞ്ഞു, എനിക്ക് അർജുനനെ കാണണം. അർജുനൻ മുന്നോട്ട് വന്ന് മുത്തച്ഛന്റെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചു. അവൻ ഒതുങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു, മുത്തച്ഛ, അർജുനൻ ഇതാ വന്നു നിൽക്കുന്നു, വേണ്ടത് എന്താണെന്ന് കൽപ്പിച്ചാലും. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അർജുന, നിന്റെ ശരങ്ങളേറ്റ് എന്റെ ശരീരം ചുട്ടുനീറുന്നു. മർമ്മങ്ങൾ തോറും വേദനിക്കുന്നു. മുഖം വരളുന്നു. സർവാംഗം വേദനിക്കുന്നു. എനിക്ക് കുറച്ച് തണുത്ത വെള്ളം തരൂ. അർജുനനെ ഉറ്റുനോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അർജുനൻ ഉടൻ തന്നെ തേരിൽ കരയേറി പിതാമഹനെ 3 വട്ടം പ്രദക്ഷിണം വെച്ചു. അഭിവാദ്യം ചെയ്ത ശേഷം ഗാന്ധീവം എടുത്ത് കുലച്ചു. ചെറുഞാണലി ശബ്ദം ദിഗന്ധങ്ങളെ മറ്റൊലിക്കൊള്ളിച്ചു. ജ്വലിക്കുന്ന ഒരു അമ്പെടുത്ത് പർജന്യാസ്ത്ര മന്ത്രം ജപിച്ച് മേലോട്ടയച്ചു. ആകാശത്തിലേക്ക് ഉയർന്ന ശരം സാവധാനത്തിൽ താഴോട്ട് വന്ന് ഭീഷ്മന്റെ വലതുഭാഗത്തുള്ള ഭൂമിയിൽ തറച്ചു. ഭൂമി പിളർന്നു. ആ പിളർപ്പിൽ നിന്നും ഒരു ജലധാര മേൽപോട്ട് വന്ന് ഉയർന്നു. അമൃത സമാനമായ ആ വെള്ളം കുടിച്ച് ഭീഷ്മ സംതൃപ്തനായി. ഇത് കണ്ടു നിന്നവരെല്ലാം അത്ഭുതപരതന്ത്രരായി. രാജാക്കന്മാർ കോൾമയിർ കൊണ്ടു. എല്ലായിടത്തും ശംഖനാദം മുഴങ്ങി. ഭീഷ്മർ അർജുനനോടായി പറഞ്ഞു, എടോ മഹാരഥ, നിനക്കിതൊരു അത്ഭുത കാര്യമല്ല. നീ പൂർവമുനിയായ നരനാണെന്ന് നാരദൻ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വാസുദേവന്റെ സഹായത്തോടെ നീ മഹാകർമ്മങ്ങൾ നടത്തും. മലകളിൽ ശ്രേഷ്ഠൻ ഹിമാലയനാണ്. ജാതികളിൽ മുഖ്യൻ ദ്വിജനാണ്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ആണ്. വില്ലാളികളിൽ ശ്രേഷ്ഠൻ നീയാണ്. ദുര്യോധനൻ ഇത് കേട്ടു നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് ലജ്ജ, കോപം,
നിരാശ, സ്പർദ്ധ, അസൂയ തുടങ്ങിയ വിവിധ വികാരങ്ങൾ മാറി മാറി പ്രകടമായി. ഭീഷ്മർ ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധനൻ കുളിർത്ത അമൃതോപമായ ജലധാര അർജുനൻ വരുത്തിയത് നീ കണ്ടില്ലേ? ഈ മഹൽ കർമ്മം ചെയ്യുവാൻ ഈ ലോകത്തിൽ ആരുണ്ട്? ഐസ്ത്രം, പാശുപതം, ബ്രഹ്മം, പാരമൈഷ്ടികം, ആഗ്നേയം, വാരുണം, സൗമ്യം, വായവ്യം, വൈഷ്ണവം, അദ്വൈതം തുടങ്ങി എല്ലാം അറിയുന്ന ഒരേ ഒരു വില്ലാളി അർജുനൻ മാത്രമാണ്. ഉണ്ണി, ഈ പാണ്ഡവരെ പോരിൽ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. മഹാത്മാവായ ഇവന്റെ കർമ്മങ്ങളെല്ലാം അമാനുഷികമാണ്. സത്യവാനായ ഇവൻ പോർക്കളത്തിൽ ശൂരനായി വിളങ്ങും. ഇവനുമായി സന്ധി ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. എന്നോടുകൂടി യുദ്ധം അവസാനിക്കട്ടെ. പാർത്ഥന്മാരുമായി ഭവാൻ യോജിക്കുക. നിനക്കും നിന്റെ കുലത്തിനും ഇത് നല്ലതാണെന്ന് എൻ്റെ ദൃഢ അഭിപ്രായം. ഭീഷ്മന്റെ അവസാനത്തോടുകൂടി നിങ്ങൾ പരസ്പരം ചേരുവിൻ. മറ്റുള്ളവർ ജീവിച്ചോട്ടെ. നാടിൽ സമാധാനം കൈവരട്ടെ. അച്ഛൻ, മകൻ, ഭാഗിനേയൻ, ഭ്രാതാക്കൾ എന്നിവരുമായി എല്ലാവരും സുഖമായിരിക്കട്ടെ. എന്റെ വാക്ക് നീ കേൾക്കുന്നില്ലെങ്കിൽ മോഹാന്ധനായ നീ സർവവും നശിച്ച് ദുഃഖിക്കേണ്ടി വരും. ഗാംഗേയൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരവേദന വർദ്ധിച്ചു. വേദന അടക്കിക്കൊണ്ട് അദ്ദേഹം മൗനമായി കിടന്നു. മരിക്കാൻ പോകുന്ന രോഗി ഔഷധം നിഷേധിക്കുന്നത് പോലെ ദുര്യോധനൻ ഭീഷ്മരുടെ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. മൗനമായി കണ്ണും പൂട്ടിക്കിടക്കുന്ന ഭീഷ്മരെ വിശ്രമിക്കാൻ വിട്ടിട്ട് എല്ലാവരും അവരവരുടെ കൈനിലങ്ങളിലേക്ക് പോയി. ഭീഷ്മൻ യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം താൻ ആയുധമെടുക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തത് യുദ്ധം ചെയ്യാതെ ഒഴിഞ്ഞുമാറി നിന്നിരുന്ന കർണൻ ഭീഷ്മന്റെ പതനം അറിഞ്ഞു. ഭീഷ്മർ ഏകനായി കിടക്കുമ്പോൾ അല്പം ഭയത്തോടുകൂടി കർണൻ ഭീഷ്മ സന്നിധിയിലെത്തി. കണ്ണുമടച്ചു പൂട്ടിക്കിടക്കുന്ന ഭീഷ്മന്റെ കാൽ തൊട്ട് വന്ദിച്ചു. തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു, കുരുശ്രേഷ്ഠ, രാധേയനിതാ വന്നിരിക്കുന്നു. എന്നും അങ്ങയുടെ കൺമുൻപിൽ ഇരുന്നവനും ഒരു കുറ്റവും ചെയ്യാതെ അങ്ങയുടെ ദ്വേഷത്തിന് പാത്രമായവനുമായ കർണൻ ഇതാ കൈകൂപ്പുന്നു. ഭീഷ്മർ പണിപ്പെട്ട് കണ്ണുമിഴിച്ച് വാത്സല്യത്തോടുകൂടി കർണനെ നോക്കി. കാവൽ നിന്നവരെ എല്ലാം ആംഗ്യം കാണിച്ച് അകറ്റി നിർത്തി. അച്ഛൻ മകനെ എന്ന പോലെ കർണനെ അരികിൽ വിളിച്ച് ഒറ്റ കൈ കൊണ്ട് ആശ്ലേഷിച്ചു. ഭീഷ്മർ പറഞ്ഞു, വരൂ വരൂ, എന്റെ എതിരാളി വരൂ. നിനക്കെന്നും എന്നോട് കിടമത്സരമായിരുന്നില്ലേ? നീ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകാതെ പോകുമായിരുന്നു. നീ രാധേയനല്ല, നീ കൗന്ദേയനാണ്. ഉണ്ണി, ഞാൻ സത്യം പറയുന്നു. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. നിന്റെ തേജോവധത്തിനു വേണ്ടിയാണ് ഞാൻ പരുഷവാക്കുകൾ പറഞ്ഞത്. നീ വെറുതെ പാണ്ഡവരെ നിന്ദിക്കുകയാണ്. ദുര്യോധനന്റെ നീചമായ കൂട്ടുകെട്ടുകൊണ്ടാണ് നിന്റെ ബുദ്ധി ഇങ്ങനെ പിഴച്ചു പോയത്. നീചന്മാരുടെ ആശ്രയത്താലും മത്സരബുദ്ധിയാലും ഗുണവാന്മാർ പോലും മോശക്കാരാകും. അതുകൊണ്ട് കൗരവരംഗത്തിൽ ഞാൻ നിന്നെ പലപ്പോഴും രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട്. നിന്റെ യുദ്ധവീര്യവും ബ്രാഹ്മണ ഭക്തിയും ശൗര്യവും പരമമായ ദാനശീലവും എല്ലാം എനിക്കറിയാം. അമരോപമ മനുഷ്യനിൽ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ ആരുമില്ല. അസ്ത്രവിദ്യയിൽ നീ അർജുനനോടും മഹാനായ കൃഷ്ണനോടും തുല്യനാണ്. ഞാൻ നിന്നോട് മുൻപ് കാണിച്ചിട്ടുള്ള ദ്വേഷം ഇന്ന് തീർന്നു. നീ നിന്റെ സഹോദരന്മാരായ പാണ്ഡവരോട് ചേരൂ. അതാണ് എനിക്കിഷ്ടം. കണ്ണൻ പറഞ്ഞു, ഹേ മഹാബാഹു, ഭവാൻ പറഞ്ഞതുപോലെ എന്റെ ചരിത്രം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കൗന്ദേയനാണെന്ന് എനിക്കറിയാം. കുന്തി എന്നെ ഉപേക്ഷിച്ചു. സൂതൻ എന്നെ പോറ്റി വളർത്തി. ദുര്യോധനന്റെ ഐശ്വര്യം ഇത്ര നാളും ഭുജിച്ചു. വാസുദേവൻ എങ്ങനെ പാണ്ഡവർക്ക് വേണ്ടി നിൽക്കുന്നുവോ അതുപോലെ ഞാൻ ദുര്യോധനന് വേണ്ടി നിൽക്കും. ദുര്യോധനന് വേണ്ടിയാണ് ഞാൻ പാണ്ഡവരോട് പകവയ്ക്കുന്നത്. പാണ്ഡവരെ പറ്റിയും വാസുദേവനെ പറ്റിയും എനിക്ക് അസലായി അറിയാം. അവർ അജയ്യരാണ്. എങ്കിലും അവരെ പോരിൽ ജയിക്കണമെന്നാണ് എന്റെ നിശ്ചയം. ഇത് മൂഢത കൊണ്ട് മാത്രമല്ല, ക്രൂരമായ വൈരം കൊണ്ടാണ്. അത് അഴിയാത്ത വൈരമാണ്. ഞാൻ അവരോട് പോരാടും. ഭവാന്റെ അനുമതിയോടുകൂടി വേണം യുദ്ധം ചെയ്യാനെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനങ്ങ് കനിഞ്ഞനുഗ്രഹിക്കണം. ക്രോധം കൊണ്ടോ ചാപല്യം കൊണ്ടോ ഞാൻ മറുത്തു പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ക്ഷമിക്കുമാറാകണം. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഈ ക്രൂരമായ വൈരം അഴിക്കുവാൻ വയ്യെങ്കിൽ ഹേ കർണ, ഞാൻ സമ്മതിക്കുന്നു. പകയില്ലാത്ത, ക്രോധമില്ലാത്ത സജ്ജനവൃത്തി അനുസരിച്ച് കഴിവുപോലെ ഉത്സാഹം പോലെയും ക്ഷത്രിയന്റെ വേല ചെയ്യുക.
ക്ഷത്രിയന് യുദ്ധത്തെക്കാൾ മുന്തിയ ധർമ്മമില്ല. ഈ കലഹം ഒഴിവാക്കാൻ ഞാൻ വളരെ കാലം പണിപ്പെട്ടു, സാധിച്ചില്ല. ധർമ്മമുള്ളിടത്തെ ജയമുള്ളൂ. കർണൻ വീണ്ടും കുരുവൃദ്ധനെ അഭിവാദ്യം ചെയ്ത് വിടവാങ്ങി. എന്നിട്ട് തേരിൽ കയറി ദുര്യോധനന്റെ അടുക്കലേക്ക് പോയി. അടുത്ത യുദ്ധം 11-ാം ദിവസമാണ്. യുദ്ധം ആരംഭിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞു. ഭീഷ്മർ പടക്കളത്തിൽ ശൈലശയ്യയിൽ കിടക്കുന്നു. പ്രഭാതത്തിൽ കൗരവരും പാണ്ഡവരും പിതാമഹനെ സന്ദർശിച്ചു. കൗരവ സൈന്യം അനാഥമായിരിക്കുകയാണ്. അവർ ദുഃഖിതരും പരിഭ്രാന്തരുമാണ്. അവരുടെ ഭാഗത്തുള്ള രാജാക്കന്മാരും സേനാനായകന്മാരും ദുര്യോധനെ സമീപിച്ചു. യുദ്ധം തുടർന്ന് നടത്തണമെന്ന് തന്നെയാണ് അവന്റെ ഉറച്ച തീരുമാനം. ആരെയാണ് സർവ്വസൈന്യാധിപനാക്കേണ്ടതെന്നാണ് അവന്റെ ചിന്ത. കർണനല്ലാതെ മറ്റാരും സൈന്യങ്ങളെ നയിക്കുന്നതിന് പ്രാപ്തരായിട്ടില്ലെന്ന് എല്ലാവരുടെയും മനസ്സിൽ. ദുര്യോധനോ ആ വഴിക്ക് തന്നെ ചിന്തിച്ചു. എന്നാൽ കർണനെ കാണാതെ ഒരു തീരുമാനവും എടുക്കാൻ സാധ്യമല്ല. കർണൻ എത്തിയിട്ടില്ല. അപ്പൊ കർണൻ എന്ത് ചെയ്തു? രണ്ടാമതൊരിക്കൽ കൂടി പിതാമഹനെ സന്ദർശിച്ചിട്ട് കർണൻ ദുര്യോധനന്റെ ശിബിരത്തിൽ എത്തി. കർണൻ എപ്പോഴും ഭീഷ്മരെ എതിർത്തിരുന്നു. ഭീഷ്മരുടെ കീഴിൽ യുദ്ധം ചെയ്യില്ലെന്നും ഭീഷ്മർ പാണ്ഡവരെ കൊന്നാൽ താൻ കാട്ടിൽ പോയി തപസ് ചെയ്യുമെന്നും അതല്ല പാണ്ഡവർ ഭീഷ്മനെ കൊന്നാൽ താൻ പാണ്ഡവരോട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലുമെന്നും കർണൻ പ്രതിജ്ഞ എടുത്തിരുന്നു. ഇപ്പോൾ ഭീഷ്മർ ആസന്ന മരണനായി ശരശയ്യയിൽ കിടക്കുന്നു. അതിൽ കർണൻ സന്തോഷിക്കേണ്ടതാണ്. എന്നാൽ അവന്റെ മുഖം മ്ലാനമായിരുന്നു. കർണന്റെ മനസ്സിൽ ഭീഷ്മർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെയും മഹിമകളെയും പറ്റി മാത്രമായിരുന്നു കർണന്റെ ചിന്ത. തന്റെ നേതൃത്വം ഉറ്റുനോക്കി നിൽക്കുന്ന ദുര്യോധനോട് കൗരവപ്പടയോടും എന്തു പറയണമെന്നറിയാതെ കർണൻ വിഷമിച്ചു. അവന്റെ ഹൃദയം വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. കർണൻ സ്വയം നിയന്ത്രിച്ചിട്ട് പറഞ്ഞു, പ്രതാപശാലികളായ രാജാക്കന്മാരെ, സുഹൃത്തുക്കളെ, പ്രഭാവശാലിയായ ഭീഷ്മ പിതാമഹന്റെ സ്ഥാനം കയ്യേൽക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നാൽ പോലും ഈ ലോകത്ത് അദ്ദേഹത്തെ ജയിക്കാനും ആരുമില്ല. ധർമ്മനിഷ്ഠനായ യുധിഷ്ഠിരനോടും 1000 ആനകളുടെ ബലമുള്ള ഭീമനോടും സർവത്ര വിജയിയായ വിജയനോടും യമന്മാരെ പോലുള്ള നകുല സഹദേവന്മാരോടും സാത്യകിയോടും മറ്റും യുദ്ധം ചെയ്യാൻ ആർക്കാണ് കഴിയുക? കർണൻ തെല്ലിട നിശബ്ദനായി. അവൻ ചുറ്റുപാടും കണ്ണോടിച്ചു. ദുര്യോധനൻ രാജാക്കന്മാരും ഭയപാരവശ്യത്തോടെ കർണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തങ്ങൾക്കിനിയും ഏക അവലംബം കർണൻ മാത്രമാണെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുന്നത് പോലെ തോന്നി. കർണന്റെ ഭാവം മാറി. അവൻ തുടർന്നു, നാം അനാഥരായെങ്കിലും ഞാൻ ഭയപ്പെടുന്നില്ല. എനിക്ക് പരിഭ്രമമില്ല. എൻ്റെ ആത്മധൈര്യം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ലോകം ശാശ്വതമല്ല. ജീവിതം നശ്വരമാണ്. മരിക്കുന്നതിൽ എനിക്ക് ഭയമില്ല. ഞാൻ എൻ്റെ പ്രതിജ്ഞ നിറവേറ്റും. പാണ്ഡവരെ ഞാൻ കൊല്ലും. എവിടെ എൻ്റെ പടച്ചട്ട? എവിടെ എൻ്റെ ആയുധങ്ങൾ? എല്ലാം കൊണ്ടുവരൂ. കർണൻ യുദ്ധം ചെയ്യാമെന്നല്ലാതെ സർവ്വസൈന്യാധിപനാകാമെന്ന് പറഞ്ഞില്ല. ദുര്യോധന സൂചിപ്പിച്ചു. അപ്പോൾ കർണൻ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ അനേകം മഹാരഥന്മാരുണ്ട്. അവരോരോരുത്തരും സർവ്വസൈന്യാധിപരാകാൻ കഴിവുള്ളവരാണ്. എന്നാലും നമ്മുടെ എല്ലാവരുടെയും ആചാര്യനായ ദ്രോണരെ സർവ്വസൈന്യാധിപനാക്കുന്നതാണ് ശരിയായ നടപടി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ശസ്ത്രപരാംഗതന്മാരിൽ പ്രഥമ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മുടെ സേനയെ നയിക്കുന്നതിന് നമ്മോടൊപ്പമുള്ള എല്ലാ ക്ഷത്രിയരെക്കാളും കൂടുതൽ യോഗ്യത അദ്ദേഹത്തിനുണ്ട്. കർണൻ തന്റെ അഭിമതം സൂചിപ്പിച്ചു. ദുര്യോധന സമ്മതമായിരുന്നു. എല്ലാവരും കൂടി ദ്രോണരുടെ സമീപത്തേക്ക് പോയി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്ന. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. നമസ്കാരം.